നിതിൻ തോമസ്, പലയിടങ്ങളിലും മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നു എന്ന തരത്തിലുള്ള ചില കമന്റുകളൊക്കെ നമുക്ക് വരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും സ്ഥിരീകരിച്ച വിവരങ്ങൾ നമുക്ക് നിലവിൽ ലഭ്യമാണോ? നിലവിൽ സ്ഥിരീകരിച്ച വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നത് മണിയാർ ഡാമിന് സമീപം 2 വീടിന് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. ഒരു വീട് പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്, മറ്റൊരു വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് ഞാൻ വാട്സപ്പിലൂടെ നമ്മുടെ ഡെസ്കിലേക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ 2 വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് മണിയാറിൽ. അവിടെ ആളുകൾക്കൊന്നും തന്നെ അപായം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ നിലവിൽ ഇത്തരത്തിൽ ആളുകൾ ഏതെങ്കിലും ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗിക വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ കാണുന്ന വെള്ളം, ഈ വെള്ളത്തിനപ്പുറത്ത് നമ്മുടെ റാന്നി MLA പഴകുളം മധു ഉണ്ട്. ആ ഭാഗങ്ങളിലേക്ക് നമുക്ക് ഒരിക്കലും കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിൽ വെള്ളം കയറിയിരിക്കുകയാണ്. നമ്മുടെ ഏകദേശം കഴുത്തോളം വെള്ളം ഈ മാമുക്ക് കഴിഞ്ഞാൽ കഴുത്തോളം വെള്ളമാണ് നിലവിൽ ഇവിടെ റാന്നി പ്രദേശത്തുള്ളത്. അത്തരത്തിൽ ഇവിടെയുള്ള ആളുകളും വീട് കടകളൊക്കെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ വിവരങ്ങളാണ്. മണിയാർ ഡാമിന് സമീപം ഒരു വീട് പൂർണ്ണമായും തകർന്നത് രമേശൻ കൊച്ചുവെളിയിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ വീടാണ് തകർന്നത്. ഒരു വീട് ഭാഗികമായും തകർന്നിട്ടുണ്ട്. അത് വാലുപറമ്പിൽ ശാന്തയുടെ വീടാണ് ഭാഗികമായി തകർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആറന്മുള അമ്പലത്തിന് സമീപം സത്രക്കടവിൽ വെള്ളം കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ആറന്മുള സത്രക്കടവിൽ നിന്ന് റോഡിലേക്ക് പൂർണ്ണമായിട്ടും വെള്ളം കയറിയിട്ടുണ്ട്. അതുവഴിയും ഇപ്പോൾ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. അതായത് കോഴഞ്ചേരി ചെങ്ങന്നൂർ റോഡിലാണ് ആറന്മുളയിൽ സത്രക്കടവിൽ നിലവിൽ വെള്ളം കയറി ഗതാഗതം സ്തംഭിച്ചിരിക്കുന്നത്. അങ്ങനെ വലിയ തോതിൽ പമ്പയാറിൽ നിന്നും കക്കട്ടയാറിൽ നിന്നും വലിയ തോതിലാണ് ഈ പ്രദേശങ്ങളിലേക്കൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ നമുക്കിവിടെ പ്രദേശവാസികളൊക്കെ ഉണ്ട്. അവർ കടകളിൽ നിന്നും വീടുകളിൽ നിന്നുമൊക്കെ വെള്ളം കയറിയതിന് മൂലം സാധനങ്ങൾ ഒഴിപ്പിക്കാനും ഒക്കെ ആളുകൾ പോകുന്നുണ്ട്. ചേട്ടാ, ഈ പ്രദേശത്തുള്ളയാണോ? ആദ്യക്കാട്ടുള്ളതിന് ദൂരമാണ്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കട ഇവിടെ ഉണ്ട്. ബസ് സ്റ്റാൻഡിനകത്താണ്, തുണിക്കടയാണ്. അപ്പോൾ നമുക്ക് 5 മണിക്ക് ഫോൺ വന്നാണ് നമ്മൾ അവിടുന്ന് വിട്ട് വന്ന് ഇവിടെ വന്നപ്പോൾ 6 മണിയായി. 6 മണിയായപ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഏതാണ്ട് കഴുത്തിൻ്റെ അത്രയും വെള്ളം ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാലും നമ്മൾ അങ്ങോട്ട് അത് പ്രശ്നമാക്കുന്നില്ല. എന്നാലും ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കടയിൽ വെള്ളം കയറി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുള്ളിക്കാരൻ നമ്മളെ വിളിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ, വെള്ളം ഭയങ്കരമായിട്ടുണ്ട്, കരുത്തിൻ്റെ അത്രയും ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാലും നമുക്കിവിടെ നിൽക്കാൻ മനസ്സ് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അതാണ് നിലവിൽ ഇവിടെ റാന്നിയിൽ നിന്നുള്ളൊരു അവസ്ഥ പറയുന്നത്. സുധീഷ് ചേട്ടാ, ഈ ഭാഗത്തേക്ക് വന്നാൽ നമുക്ക് ആ കഴുത്തറ്റം വെള്ളമുണ്ട് എന്ന് പറഞ്ഞത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട്. ആളുകൾ ഈ പറയുന്ന കൂട്ട് ആളുകളുടെ വീടുകളുണ്ട്, കടകളുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ അവർ ആ കടകൾ ഒഴിപ്പിക്കാനും കാര്യങ്ങളുമായിട്ട് അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ ആളുകൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നില്ല. നമുക്ക് ഇവിടെ നിന്ന് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ കഴുത്തറ്റം ആളുകൾ മുന്നോട്ട് നടന്ന് ചെല്ലുന്നതിൻ്റെ അനുസരിച്ചിട്ട് കഴുത്തറ്റം വെള്ളത്തിലെത്തുകയാണ്. ആളുകൾ കഴുത്തറ്റം വെള്ളത്തിലാണ് അതുവഴി നടന്ന് കടകളിലേക്കൊക്കെ ചെല്ലാൻ നോക്കുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആളുകളുണ്ട്, പ്രദേശമാണ് അത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ റാന്നി വലിയപാലം കഴുത്തൊപ്പം വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റെവിടെയെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് കൊണ്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ ആരെങ്കിലും ഒറ്റപ്പെട്ടിട്ടുണ്ടോ എന്ന വിവരം വല്ലതും ഉണ്ടോ? നിലവിൽ നമുക്ക് സ്ഥിരീകരിച്ച് അങ്ങനെ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂർത്തി 2 വിവരങ്ങളാണ് നമുക്ക് സ്ഥിരീകരിച്ച് ലഭിച്ചിട്ടുള്ളത്. ഈ ഞാൻ പറഞ്ഞതുപോലെ മണിയാർ ഡാമിന് സമീപത്ത് 2 വീടുകൾക്ക് കേടുപാട് സംഭവിച്ചത്. എന്തായാലും അവിടെ വീടിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഒരു വീട് പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. എന്നാൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ എവിടെയെങ്കിലും ആളുകൾ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ടൊരു വിവരം ലഭ്യമായി തുടങ്ങിയിട്ടില്ല. ഈ പറയുന്ന രാത്രിയിലാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത്. ഒരു 2 മണി കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ വലിയ തോതിൽ വെള്ളം ഈ നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇരച്ചു കയറിയിരിക്കുന്നത്. ഈ നഗരപ്രദേശങ്ങളിൽ വെള്ളം കയറിയത് പ്രധാനമായിട്ടും ഈ വനമേഖലകളിൽ കനത്ത മഴയുണ്ടായിരുന്നു. നമുക്കറിയാം, റാന്നി കോന്നിയൊക്കെ തന്നെ എന്ന് പറയുന്നത് മലയോര മേഖലകളാണ്. ഈ മലയോര മേഖലകൾക്കപ്പുറത്തേക്ക് ശബരിമല, അതുപോലെ തന്നെ വനമേഖലയാണ്. അപ്പോൾ ആ വനമേഖലകളിൽ കനത്ത മഴയുണ്ടായിരുന്നു രാത്രിയിൽ മുഴുവൻ. അതിനെ തുടർന്നാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്, അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചത്. ഈ മണ്ണിടിച്ചിൽ
മണ്ണിടിച്ചിലിനെ തുടർന്നാണ് ഈ പ്രദേശങ്ങളിലേക്ക് വെള്ളം ഇരച്ചു കയറിയത്. അപ്പോൾ രാത്രി ഒരു 2 മണി, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഇന്നലെ രാത്രിയിൽ ഒരു 10 മണി സമയത്ത് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് പമ്പയാറ്റിൽ വെള്ളം കാണാനില്ലായിരുന്നു. പമ്പയാറ്റിൽ വെള്ളമില്ലാത്ത പ്രശ്നമായിരുന്നു. എന്നാൽ രാവിലെ നേരം വെളുത്തപ്പോഴത്തേന് പമ്പയാറ്റിലൂടെ ഇരച്ചു കുത്തിയാണ് വെള്ളം കടന്നു പോകുന്നത്. ഒറ്റ രാത്രി കൊണ്ട് സംഭവങ്ങൾ മാറി മറിഞ്ഞു എന്നുള്ളതാണ്. ആ ഒരൊറ്റ രാത്രി കൊണ്ട് വെള്ളം വലിയ തോതിൽ നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. പമ്പയാറിലും കക്കട്ടയാറിലുമാണ് പ്രധാനമായിട്ടും ഈ ഉരുൾപൊട്ടി മണ്ണ് വീഴുന്നത് മൂലം വലിയ തോതിൽ ഇങ്ങനെ വെള്ളം കയറുന്നത് ഇവിടെ നമുക്ക് കാണാം. കുട്ടികളൊക്കെ രാവിലെ ട്യൂഷന് പോകാനും ഒക്കെ സ്കൂള് കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങേണ്ടവരായിരുന്നു. പക്ഷേ എന്തായാലും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി മഴ പെയ്തപ്പോൾ തന്നെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. രാവിലെ തന്നെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകളും അംഗനവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടികളൊക്കെ ഈ രീതിയിൽ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് അപകടകരമാണ്. വെള്ളത്തിൽ ഇഴജന്തുക്കളോ അല്ലെങ്കിൽ മറ്റ് ജീവികളുണ്ടാവാം, അസുഖങ്ങളുണ്ടാവാം അത്തരത്തിൽ. പക്ഷേ ഈ പ്രദേശവാസികളോട് നമുക്ക് പറയുന്നതിന് പരിധിയുണ്ട്. കാരണം അവരുടെ വീടുകളും കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അവരോട് നമുക്ക് അത്തരത്തിൽ വെള്ളത്തിൽ ഇറങ്ങല്ലേ എന്ന് നമുക്ക് പറയാനും പറ്റില്ല. അതുകൊണ്ടാണ് അവർ ഇറങ്ങുന്നതും. പക്ഷേ അത് വലിയ അപകടവും നമ്മളിപ്പോൾ മണിയാർ ഡാമിന് സമീപം ഒരു വീട് തകർന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ആ മേഖലയിൽ നിന്നും ആളുകളൊക്കെ ഒഴിഞ്ഞു പോകുന്നുണ്ട്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം.